സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരത്തിന് 5 ലക്ഷം രൂപ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു നടി ആവശ്യപ്പെട്ട വാർത്ത നമ്മൾ കേട്ടതാണ്. മന്ത്രി പറഞ്ഞത് 5 ലക്ഷം ചോദിച്ചത് കൂടിപ്പോയി, അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, ആർത്തിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് മന്ത്രി തന്നെ അത് പിൻവലിച്ചു. ചില ആളുകൾ പറഞ്ഞു അവരുടെ പ്രൊഫഷൻ്റെ ഫീസ് ചോദിച്ചതാണ്, അതിനകത്ത് എന്താ അത്ര വലിയ കുഴപ്പം എന്ന് ചോദിച്ചു. അങ്ങനെയും ചില ആളുകൾ പറഞ്ഞു അതല്ല, ചോദിച്ചത് കൂടിപ്പോയി എന്ന് പറഞ്ഞു. എന്തായാലും നൃത്താവിഷ്കാരം തടസ്സപ്പെടുത്തുന്നില്ല. കലാമണ്ഡലം ഈ നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്ന് സർക്കാരിന് കലാമണ്ഡലം ഉറപ്പ് നൽകി. കലാമണ്ഡലം രജിസ്ട്രാറാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിനെ ഇക്കാര്യം അറിയിച്ചത്. നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം വിവാദമായിരുന്നു. കലാമണ്ഡലം രജിസ്ട്രാറുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് അവതരണ കാരണം നൃത്തരൂപത്തിൽ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അപേക്ഷ കിട്ടിയിരുന്നു. സ്കൂൾ യുവജനോത്സവം എന്ന് പറയുന്നത് കലാമണ്ഡലത്തിലെ എല്ലാ കലാവിഷയങ്ങളും പഠിക്കുന്ന ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും അധ്യാപകരുടെയൊക്കെ ഒരു സംഗമ വേദിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കലാമണ്ഡലത്തിലെ ഒട്ടേറെ പ്രതിഭകളെ സ്കൂൾ യുവജനോത്സവ വേദിയിൽ നിന്ന് കിട്ടാറുണ്ട് ഭാവിയിൽ പഠിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് കലാമണ്ഡലത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് സ്കൂൾ യുവജനോത്സവം ഏറ്റവും മികച്ച രീതിയിൽ നടത്തുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇത് തികച്ചും സൗജന്യമായി തന്നെ ഈ അവതരണ ഗാനം ചിട്ടപ്പെടുത്തി കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ PG വിദ്യാർത്ഥിനികളായിരിക്കും ഈ പരിപാടി അവതരിപ്പിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിക്വസ്റ്റിനെ തുടർന്നാണ് ഈ നടപടി. തീർച്ചയായിട്ടും രജിസ്ട്രാറിന്റെ നടപടി സ്വാഗതാർഹമാണ്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. എന്തായാലും കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനം നമുക്കുണ്ടായിട്ട് നമ്മൾ മറ്റുള്ളവരെ തേടിപ്പോണ്ട ആവശ്യമില്ലല്ലോ. പണ്ടൊരു സിനിമയിൽ പറയുന്ന പോലെ, അല്ല ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ, സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് നാട്ടിൽ തപ്പി നടക്കൂ എന്ന് ചോദിച്ചതുപോലെ കലാമണ്ഡലം ഉള്ള നാട്ടിൽ പിന്നെ ഇവരെക്കാൾ നന്നായിട്ട് ആർക്കാ ഈ നൃത്തം ചിട്ടപ്പെടുത്താൻ കഴിയുക? എന്തായാലും നല്ല തീരുമാനമാണല്ലേ ജെയ്സൺ ചാമോളപ്പിൽ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അരുൺകുമാർ ചോദിച്ചു തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. കേരള കലാമണ്ഡലം പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുള്ളപ്പോൾ, നിരവധി കലാകാരന്മാർ സൃഷ്ടിച്ച സ്ഥാപനമുള്ള എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും നടിമാരുടെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നർത്തകരുടെയും പുറകെ പോകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ബുദ്ധി അല്പം നേരത്തെ ഉദിച്ചിരുന്നെങ്കിൽ എന്നതായിരുന്നു ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കേരള കലാമണ്ഡലം തന്നെ ഇപ്പോൾ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അത്തരമൊരു നിർദ്ദേശം കലാമണ്ഡലത്തിൽ മുന്നിൽ വെച്ചു. കലാമണ്ഡലം അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചു. ഇത് എല്ലാ വർഷവും ഇത് തുടരണമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 2 രീതിയിലാണ് ഗുണം ചെയ്യുന്നത്. കേരള കലാമണ്ഡലത്തിൽ അത് ഗുണം ചെയ്യും, അതോടൊപ്പം തന്നെ കലാമേഖലയ്ക്ക് അത് ഗുണം ചെയ്യും, അതിൻ്റെ വളർച്ചയ്ക്ക് അത് ഗുണം. ഇത്തരത്തിൽ ഒരു സമഗ്രമായ ഒരു വികസനം കൂടി, കലാരംഗത്തെ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് കേരള കലാമണ്ഡലം പോയിരിക്കുന്നത്. അവിടുത്തെ PG വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുകയെന്നും ഇപ്പോൾ രജിസ്ട്രാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. വൈകി ഉദിച്ചതാണെങ്കിലും നല്ല ബോധ്യമായി പോയി എന്നതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും അവിടെ ഏറ്റവും വൈകാതെ തന്നെ ആ പരിശീലനം ആരംഭിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി ഒരു നടിയോട്, ഒരു നർത്തകിയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ 5 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടത് വലിയ വിവാദമായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനങ്ങളിലേക്കും പുതിയ നടപടിയിലേക്കും പുതിയ ചിന്തകളിലേക്കും പോയത്. പക്ഷേ അത് വളരെ പോസിറ്റീവായ ഒരു ചിന്തയായി എന്ന് നാം ഉറപ്പിച്ച് പറയാനാകും അരുൺകുമാർ. ഇപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ കലാരംഗത്ത് ഒരു പുതിയ അനുഭവമായി മാറട്ടെ. കലാമണ്ഡലം പോലെയുള്ള ഒരു വലിയ സ്ഥാപനം നമുക്കുണ്ടായിട്ടാണോ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ പിന്നാലെ നടന്നത് എന്നൊരു ചോദ്യമുണ്ട്. കലാമണ്ഡലത്തിലെ മികച്ച അധ്യാപകരും മികച്ച കലാപ്രതിഭകളായിട്ടുള്ള PG വിദ്യാർത്ഥിനികളും ഒക്കെ ഉണ്ട്. അവർ കോഴ്സൊക്കെ പൂർത്തിയാക്കി PG പഠിക്കുന്നവരാണല്ലോ. അപ്പം അത്രയൊന്നും ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ ചലച്ചിത്ര മേഖലയിലൊക്കെ ഉള്ളവർ. അവർ ഏതെങ്കിലും കൊറിയോഗ്രാഫറുടെ സഹായത്തോടു കൂടിയാണല്ലോ നൃത്തങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെലിബ്രിറ്റികൾക്ക് പിന്നാലെ പോകാതെ സെലിബ്രേറ്റ് ചെയ്യേണ്ട യഥാർത്ഥ ടാലൻറ്റുകൾക്ക് പിന്നാലെ പോകണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നതിൽ നല്ല കാര്യം. എന്തായാലും കലാമണ്ഡലം ചിട്ടപ്പെടുത്തുന്ന നല്ല നൃത്താവിഷ്കാരം നമുക്ക് കാണാൻ സാധിക്കട്ടെ ഇത്തവണത്തെ യുവജനോത്സവത്തിൽ.